എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. മഹാരാഷ്ട്രയിലേക്ക് ആ വിജയം നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിജയമാണോ? എന്തുകൊണ്ട് വിശ്വസിച്ചു? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നമുക്കറിയാലോ, നമുക്ക് ഉണ്ടാവുന്ന മാനുഷികമായിട്ടുള്ള നമ്മുടെ വ്യതകൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ ഓരോ അണുവിടയിലും നിന്നിപ്പിൽ അത് മാറുക എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമാണ്. എന്തുകൊണ്ട് വിശ്വാസയോഗ്യം അല്ലാത്തത്? എനിക്ക് പൂർണ്ണ ബി ജെ പി ആയതുകൊണ്ടാണ്. അതല്ല ഉദ്ദേശം. ബി ജെ പി ആയതുകൊണ്ട് മാത്രമല്ല, അതൊരു കാര്യം തന്നെയാണ്. അധികാര സ്ഥിരാകേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താൻ പറ്റും എന്നതിൽ തർക്കമൊന്നുമില്ലല്ലോ. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. വോട്ടിംഗ് മെഷീൻ, തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിൽ ഇരിക്കുന്ന വോട്ടിംഗ് മെഷീനിൽ നിങ്ങൾക്ക് തിരിമറി നടത്താൻ പറ്റും. അപ്പൊ വികസിത രാജ്യങ്ങളൊക്കെ ഈ വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കി എന്തുകൊണ്ടാണ്? അവരുടെ ചോയ്സ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സാങ്കേതിക രംഗത്ത് ഇത്രത്തോളം ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഇന്ത്യയേക്കാൾ വികസിത രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ പോലുള്ളവർക്ക് ഇന്നും ബാലറ്റ് പേപ്പർ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് തിരിമറി നടത്താൻ സാധ്യതയുണ്ട് എന്ന് അവർ അംഗീകരിച്ചിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ ഷാഹുൽ പറയുന്നത് മറ്റുള്ള വികസിത രാജ്യങ്ങൾ എന്ത് ചെയ്തോ അതിനുശേഷമേ നമ്മൾ ചെയ്യാറില്ല. പിന്നെന്താ ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കൽ. അല്ല, വികസിത രാജ്യങ്ങൾ ചെയ്തത് തന്നെ ഇന്ത്യ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അതായത് വികസിത രാജ്യങ്ങൾ പോലും ചെയ്യാത്ത ഒരു സാധനം എന്തിനാ ഇന്ത്യ വെച്ചാൽ വികസിത രാജ്യങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലും ചെയ്താൽ താങ്കൾ അംഗീകരിക്കും. ഇങ്ങോട്ടൊന്നും പറയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അല്ല, വികസിത രാജ്യങ്ങൾ ഇത് ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം രാജ്യങ്ങൾ പോലും തിരുമറി നടത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് വികസിത രാജ്യങ്ങൾ ഇത് പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. എന്തുകൊണ്ടാണ് പിന്നെ വികസിത രാജ്യങ്ങൾ പിന്നെ വികസിത രാജ്യങ്ങളിൽ പലരും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് ചന്ദ്രന്റെ അപ്പുറത്തെ സൈഡിൽ പോയി ലാൻഡ് ചെയ്യുന്നത്. ഇന്ത്യ ചെയ്തിട്ടുണ്ട്. അപ്പോഴെന്ത് പറയും? എല്ലാരും വിളിച്ചു. വികസിത രാജ്യങ്ങൾ പോലും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തത് എന്റെ നേട്ടമാണ്. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ ഇതിനെ എറർ പ്രൂഫ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-75ഓളം രാജ്യങ്ങൾ ഇന്നും ബാലറ്റ് പേപ്പറിൽ തന്നെ. ചെറിയ കാര്യം ഞാൻ പറയാം, വികസിത രാജ്യങ്ങളിൽ പക്ഷെ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താൻ പറ്റില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. വികസിത രാജ്യങ്ങളിൽ UPI ഇല്ല. നിങ്ങൾ ഇന്ത്യയിൽ കാണുന്നത് പോലെ വാസ്റ്റ് ആയിട്ടുള്ള കോടിക്കണക്കിന് ആൾക്കാരെ കേട്ടർ ചെയ്യുന്ന ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ വികസിത രാജ്യങ്ങളിൽ ഇല്ല. ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ സക്സസ്ഫുൾ ആണ്. അതുകൊണ്ട് ഞാൻ ഈ ഞാൻ പറഞ്ഞേക്കൂ, അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. ഡിജിറ്റലി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല രാജ്യങ്ങളിലും UPI എന്ന് പറയുന്ന പോലുള്ള ഒരു പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഓക്കെ, പല ആൾക്കാരും ഇന്ത്യക്ക് വന്ന് പണം നൽകിയിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ തരൂ എന്ന് പറയുകയും ഇന്ത്യ ഇത് കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ വികസിത രാജ്യങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യയിൽ നടത്തിയത് കൊണ്ട് അതല്ല ടെക്നോളജിക്കലി നമ്മൾ സുപ്പീരിയർ അല്ല ഇൻഫീരിയർ ആണെന്നാണ്. നിങ്ങൾക്ക് സെക്യൂർ ആയിട്ട് സേഫ് ആയിട്ട് പേയ്മെന്റ് നടത്താനായിട്ട് UPI പറ്റുമെന്ന് തെളിയിച്ചിട്ടുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ട്, സാധിക്കും. തീർച്ചയായിട്ടും. എന്നാ പിന്നെ എന്താ വികസിത രാജ്യങ്ങളിൽ പറ്റാ? UPI അല്ല, ഞാൻ ചോദിക്കാം, ജർമ്മനിയിലും ഫ്രാൻസിലും അപ്പോൾ തിരിമറി നടത്തിയാലും ജർമ്മനിയിലും ഫ്രാൻസിലും ചോദ്യത്തിന് മറുചോദ്യം അല്ല ഉത്തരം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഞാൻ ചേട്ടൻ പറയുന്നില്ല ഷാഹുൽ, മറുപടി മുട്ടുന്ന സമയത്ത് തന്നെ തടസ്സപ്പെടും. വികസിത രാജ്യമായിട്ടുള്ള ജർമ്മനിയിലും വികസിത രാജ്യമായിട്ടുള്ള സ്വിറ്റ്സർലൻഡിലും വികസിത രാജ്യമായിട്ടുള്ള ജപ്പാനിലും അവിടുത്തെ UPI സംവിധാനം പോലെ ഒരെണ്ണം ഇട്ടാൽ അത് സെക്യൂർ അല്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് അവര് നടത്താത്തത്. ചൈന ഭാഷ പറയുന്നോടാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. സാങ്കേതികമായി അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഇത്രയും പോപ്പുലേഷനെ കേറ്റർ ചെയ്യുക പോലും വേണ്ടാത്ത, ഇതിന്റെ 10-ലൊന്നോ 15-ലൊന്നോ പോപ്പുലേഷൻ പോലും ഇല്ലാത്ത, എന്നാൽ നമ്മളെക്കാൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വികസിത രാജ്യങ്ങളിൽ UPI പേയ്മെന്റ് സിസ്റ്റം ഇല്ല. അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇന്ത്യയോട് ടെക്നോളജി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ആരുടെ ടെക്നോളജിയാണ് സുപ്പീരിയർ എന്ന് നിങ്ങൾ പറയൂ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അല്ല, ഞാൻ അതിനുശേഷം മറുപടി പറയാം. ആരുടെ ടെക്നോളജി പറയാനായിട്ട് ഷാഹുലിന് കഴിയുന്നില്ല എന്ന് ഞാൻ പറയാം. അനുവദിക്കൂ, ഞാൻ പറയട്ടെ. എന്റെ പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ.
ഇന്ത്യയുടെ ടെക്നോളജിയാണോ അല്ലെങ്കിൽ വികസിത രാജ്യത്തിന്റെ ടെക്നോളജിയാണോ വലുതെന്നുള്ള അല്ല ഇവിടുത്തെ അതായിരുന്നു ചോദ്യം. സമ്മതിക്കില്ല. നീ ഒരു ഉപകാരം ചെയ്യോ? ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ തന്നെ നെഞ്ചത്തൂടെ കയറ്റി ഇറങ്ങാ പുല്ലേ. നുണ പറയരുത്. നുണ പറയരുത്. ഷാഹുലിന്റെ ഒറിജിനൽ വാദം വികസിത രാജ്യങ്ങളിൽ പോലും ഉപയോഗിക്കാത്ത വോട്ടിംഗ് മെഷീൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു എന്നാണ്. അതിന്റെ അർത്ഥം നമ്മളെക്കാൾ ടെക്നോളജി അഡ്വാൻസ്ഡ് തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന ഇപ്പൊ ഈ ബ്രിട്ടൻ ആണെങ്കിലും അമേരിക്ക പല കാര്യത്തിലും നമ്മളെക്കാൾ മുമ്പിലാണല്ലോ. അതിന് സംശയമൊന്നുമില്ല. ടെക്നോളജിയിൽ മുന്നിലാണ്. ടെക്നോളജിയിൽ എല്ലാ കാര്യത്തിലും മുന്നിലാണ്. എല്ലാ കാര്യത്തിലും. അതുകൊണ്ടാണ് വികസിത രാജ്യം നമ്മൾ വികസിത രാജ്യമായിട്ട് ഇരിക്കുന്നത്. അതിന് ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ഈ 14-15 വർഷം കൊണ്ട് മോദി സർക്കാർ ഭരിക്കുന്ന ഈ സമയം കൊണ്ടും മാറ്റമൊന്നും വന്നില്ല. അന്നും ഇന്നും ഇതുപോലെ തന്നെ നമ്മൾ വികസിതരും അവർ വികസിത രാജ്യങ്ങളും ആണല്ലോ. അപ്പോ അത്തരത്തിലുള്ള വികസിത രാജ്യങ്ങളിൽ എന്ന് ഞാൻ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്ത ഒരു പോയിന്റിൽ മാത്രം പിടിച്ചുകൊണ്ടാണ് ഇപ്പം അവിടെ വന്നു എന്നാണ് എന്റെ ചോദ്യം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. വികസിത രാജ്യം ആണ്. ആ വികസിത രാജ്യങ്ങളിൽ പോലും നടത്താത്ത കാര്യം ഇവിടെ എന്തിനു നടത്തും? ആ വികസിത രാജ്യങ്ങളിൽ പോലും അങ്ങനെയാണ് ചോദ്യം. ഫ്ലാഷ് ബാക്ക്. രംഗത്ത് ഇത്രത്തോളം ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഇന്ത്യയേക്കാൾ വികസിത രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ പോലുള്ളവർക്ക് ഇന്നും ബാലറ്റ് പേപ്പർ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ, അതായത് വികസിത രാജ്യങ്ങൾ പോലും ചെയ്യാത്ത ഒരു സാധനം എന്തിനാ? അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. വികസിത രാജ്യങ്ങളിൽ പോലും നടത്താത്ത കാര്യം ഇവിടെ എന്തിനു നടത്തും? ആ വികസിത രാജ്യങ്ങളിൽ പോലും അങ്ങനെയാണ് ചോദ്യം. ഒന്നുകൂടെ കേട്ടു നോക്കൂ. ടീം പോയി, കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി. വികസിത രാജ്യങ്ങളിൽ പോലും സ്വീകരിക്കാത്ത വോട്ടിംഗ് മെഷീൻ എന്തിന് ഇന്ത്യയിൽ എന്ന് ചോദിച്ചാൽ എന്റെ തിരിച്ചുള്ള ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്കില്ലാത്ത UPI എന്ന് പറയുന്ന ടെക്നോളജി അവരുടെ പോപ്പുലേഷന്റെ 10-15 മടങ്ങുള്ള ഒരു രാജ്യത്ത് ഒരു തരത്തിലുള്ള ഫ്രോഡ് ഇല്ലാതെ സക്സസ്ഫുള്ളി കാണിച്ചു വന്നിരിക്കുന്ന മോഡൽ നമുക്കുണ്ട്, അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ രാജ്യത്തിന്റെ കേപ്പബിലിറ്റിയുടെ ചിഹ്നമല്ല. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഇൻഡിജിനസ് ടെക്നോളജിയാണ്, NPCയുടെ ടെക്നോളജിയാണ്. എന്തുകൊണ്ടല്ല? നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അതിനെ കുറിച്ച് ആ നമ്പർ പറ്റില്ല. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. ഞാൻ ചെയ്യുന്നതിനുള്ള ഊക്ക് തന്നെ ഞാൻ ഡെയിലി മേടിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പൊ കണ്ടവർ ചെയ്യുന്ന ഊക്കും കൂടി ഞാൻ മേടിക്കേണ്ട അവസ്ഥയാണ്. ഞാൻ 10 വർഷത്തിന് മുകളിലായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളാണ്. ഡിബേറ്റിലെ പോയിന്റ് പിടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ആദ്യത്തെ പോയിന്റ് ഞാൻ കറക്റ്റ് ആയിട്ട് പിടിച്ചു. അത് നിങ്ങൾ ഇനിയിപ്പോ ഉരുളുകയാണ്. ഞാൻ വികസിതം അതല്ല പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. ഞാൻ പറയാം, ഞാൻ ഭയങ്കര ബുദ്ധിമാനാന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം പറയാൻ ഞാൻ ബുദ്ധിമാനാവോ? നിങ്ങൾ ബുദ്ധിമാനാണോ? കമ്പാരിസൺ ശരിയല്ല. ബുദ്ധിമാനാണോ? കമ്പാരിസൺ ചെയ്തു UPI ഇതുമായിട്ട് കമ്പാരിസൺ. ഐ ആം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. This is wrong. രണ്ടും ഇൻഡിജിനസ് ടെക്നോളജി. നിങ്ങൾ പറഞ്ഞത് വികസിത രാജ്യങ്ങൾ ഇത് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞത് UPIയും വികസിത രാജ്യം ചെയ്യുന്നില്ല. എന്താ ചെയ്യാത്തെന്ന് പറഞ്ഞു? നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇത്രയുള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കിപ്പോയി. ഇന്ത്യയുടെ എത്ര പോപ്പുലേഷൻ? അത് ഡിപ്പെൻസ് അല്ലേ? അത് ഓരോ വ്യക്തികളുടെ ഇന്ത്യയുടെ ടെക്നോളജിയിൽ വിശ്വാസമുണ്ട്. ഇന്ത്യ ഇത് നടപ്പാക്കി. കോടതി ഉത്തരവിട്ടു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഫ്രീ. രാഹുൽ ഗാന്ധി പറയുന്ന ഈ വോട്ട് ചോരി ഉണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. രാഹുൽ ഗാന്ധി തെളിയിക്കാൻ പറ്റിയില്ലല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞ സാധനങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ തെളിയിച്ചു. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയോ? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഇന്ത്യൻ എക്സ്പ്രസ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇന്ത്യൻ എക്സ്പ്രസിൽ ഞാൻ രാഹുൽ ഗാന്ധിയാണ് വിശ്വസിക്കുന്നത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇന്ത്യയിലുള്ള ഒരു മാധ്യമത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് മാധ്യമങ്ങൾ മാധ്യമമല്ല സാർ. BJP മാധ്യമങ്ങളെ എന്നേ BJP വിലക്കെടുത്ത് 24 ന്യൂസ് ഇന്ത്യൻ എക്സ്പ്രസ് അല്ല. പിന്നെ രാഹുൽ ഗാന്ധി അങ്ങ് വിലക്കെടുത്താൽ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.